നമസ്കാരം. ഇന്ന് പ്രദോഷമാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേരുക വളരെയധികം സൗഭാഗ്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് ഭഗവാനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന്റെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയണം. ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെയുണ്ടാകണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ ഒരു പരിസ്ഥിതി നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റം വരണം, അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കണം എന്ന് ഭഗവാനോട് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുള്ളതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. കാരണം ലഗ്നശാസ്ത്ര പ്രകാരം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ വിചാരിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ കൂടുതലായി തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിനുള്ള ചില സൂചനകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനപരമായ ഉയർച്ച വന്നു ചേരാം. മാതാപിതാക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ, ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾക്ക് എതിരായിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിന്റെ ശക്തി, മനോബലം തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ശക്തി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. സാഹചര്യങ്ങളാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്ന് ചേരുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും ഭഗവാന്റെ കടാക്ഷം, സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുക. കൂടാതെ നിങ്ങളെ ഉപദ്രവിച്ചവർ, അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. അർഹമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ സൽക്കർമ്മങ്ങളാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മുൻവിധിയോടെ പെരുമാറിയതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലം ആയിട്ടുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ പുതിയ അവസരങ്ങൾ, പുതിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ മോശമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും രോഗദുരിതങ്ങളായി ബന്ധപ്പെട്ടും അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം തന്നെയാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. ഭഗവാന്റെ അറിയാവുന്ന മന്ത്രങ്ങൾ
പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കുന്നതും സർവ ഈശ്വരപ്രദം തന്നെയാകുന്നു. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. നിങ്ങൾക്ക് വാശിയുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളാലും വാശിയാൽ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയോ പ്രതികൂലമാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയോ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ലാഭം വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രധാനമായും ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാരണം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും കുടുംബത്തിൽ സന്തോഷം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും ധൈര്യം നഷ്ടപ്പെട്ടതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വാഗ്വാദങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കലഹത്തിൽ നിന്നും സ്വയം മാറി നിൽക്കുന്നതാണ് ഈ സമയം ഏറ്റവും ശുഭകരം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പിൻവലിയുവാൻ അല്ലെങ്കിൽ മാറി നിൽക്കുവാൻ സാധിക്കുന്നതാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ വിരോധം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. പ്രധാനമായും കഷ്ടതകളിൽ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകുന്നതിനാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. അതല്ല, നിങ്ങളുടെ വിജയം മറ്റൊരു വ്യക്തിക്ക് തട്ടിപ്പറിക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി ഭവിക്കുന്നതായ സമയങ്ങൾ കടന്നു വരും. സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും പരീക്ഷണഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ മാത്രമേ വന്നു ചേരൂ എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വളരെയധികം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. കൂടാതെ ചിലരെ അകറ്റി നിർത്തേണ്ടതായി വരാം. അത്തരം വ്യക്തികളെ നിങ്ങൾ അകറ്റി നിർത്തുവാൻ വിജയിക്കുന്നതുമാണ്. അത്തരത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ മുൻകൂട്ടി കാട്ടിത്തരുകയും തന്മൂലം പല ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. സാമ്പത്തികമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും.